പാർലമെന്റ് എന്ന് പറയുന്നത് രാജ്യത്തെ നിയമങ്ങളും ബില്ലുകളും കൃത്യമായി ചർച്ച ചെയ്യാനുള്ള ഇടമാണെന്നാണ് ജനാധിപത്യത്തിൽ നമ്മളൊക്കെ കരുതിയിരുന്നത്. എന്നാൽ ഇന്ത്യ മുന്നണിയിലെ പ്രത്യേകിച്ച് കോൺഗ്രസിലെയും CPM-ലെയൊക്കെ MP-മാർക്ക് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രാവിലെ തലയിണയും പായും എടുത്തുകൊണ്ട് വന്ന് മുദ്രാവാക്യം വിളിക്കാനും ബഹളം ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു വിശ്രമ കേന്ദ്രവും വിനോദശാലയും മാത്രമാണ്. വർഷകാല സമ്മേളനം അവസാനിച്ചതിന് പിന്നാലെ പ്രതിപക്ഷത്തിന്റെ ഈ ബൗദ്ധിക പാപ്പരത്വത്തെ അക്ഷരാർത്ഥത്തിൽ വലിച്ചു കീറിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുക, എന്നാൽ സർക്കാർ മറുപടി പറയാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ പ്ലക്കാർഡും പിടിച്ച് ഇറങ്ങിപ്പോകുക. ഇതായിരുന്നു ഈ സമ്മേളനത്തിലും പാർലമെന്റിൽ കോൺഗ്രസിന്റെയും മറ്റ് സഖ്യകക്ഷികളുടെയും പ്രധാന പണി. എന്നാൽ പ്രതിപക്ഷം തൊണ്ടപൊട്ടമാറ് ബഹളമുണ്ടാക്കിയിട്ടും മോദി സർക്കാർ അവർക്ക് മുന്നിൽ വഴങ്ങിയില്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സുപ്രധാനമായ 12 ബില്ലുകളാണ് ഈ ബഹളങ്ങൾക്കിടയിലും സർക്കാർ കൃത്യമായി പാസ്സാക്കിയെടുത്തത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കോൺഗ്രസിനെ നോക്കി പറഞ്ഞ ഒരു വമ്പൻ പരിഹാസമുണ്ട്. കോൺഗ്രസിലെ പുതിയ MP-മാരെ ഓർത്ത് എനിക്ക് ശരിക്കും സഹതാപമുണ്ട്. മുതിർന്ന നേതാക്കൾക്ക് യാതൊരു വിവരവുമില്ല. അവർ എപ്പോഴും ബഹളം വയ്ക്കുകയാണ്. പിന്നെ ഈ പുതിയ MP-മാർ എങ്ങനെ കാര്യങ്ങൾ പഠിക്കാനാണ്? എത്ര കൃത്യമായ നിരീക്ഷണമാണിതെന്ന് നോക്കൂ. ലോക്സഭയിൽ പാസ്സാക്കിയ 12 ബില്ലുകളിൽ 11 എണ്ണവും യാതൊരു ചർച്ചയും ഇല്ലാതെയാണ് പാസ്സാക്കേണ്ടി വന്നത്. കാരണം ചർച്ച ചെയ്യാൻ കോൺഗ്രസിന് ഈ ബില്ലുകളെ കുറിച്ച് വല്ലതും അറിയണ്ടേ? സർക്കാർ അങ്ങോട്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടും പ്രതിപക്ഷം ഒഴിവുകഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. പ്രതിപക്ഷം ബഹളമുണ്ടാക്കി സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന സുപ്രധാനമായ 12 ബില്ലുകളാണ് മോദി സർക്കാർ ഈ വർഷകാല സമ്മേളനത്തിൽ പാസ്സാക്കിയെടുത്തത്. രാജ്യത്തെ മത്സര പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ച തടയാനും കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാനുമുള്ള പബ്ലിക് എക്സാമിനേഷൻസ് ഭേദഗതി ബിൽ, കേരളത്തിന്റെ ഔദ്യോഗിക നാമം ഭരണഘടനയിൽ കേരളം എന്ന് മാറ്റാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള ഓൾട്ടറേഷൻ ഓഫ് നെയിം ബിൽ, വന്ദേ ഭാരതത്തെ അപമാനിക്കുന്നത് തടയാനുള്ള നാഷണൽ ഓണർ ഭേദഗതി ബിൽ എന്നിവ ഇതിൽ ഏറെ പ്രധാനപ്പെട്ട ബില്ലുകളാണ്. ഇവയ്ക്ക് പുറമെ ജനനമരണ രജിസ്ട്രേഷൻ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ബിൽ, ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ MSME വ്യവസായങ്ങളെ സഹായിക്കാനുള്ള ബിൽ, ഖനന മേഖലയിലെ പരിഷ്കരണങ്ങൾക്കുള്ള മൈൻസ് ആൻഡ് മിനറൽസ് ബിൽ, സഹകരണ വികസന കോർപ്പറേഷൻ ബിൽ, ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ, സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ബിൽ, ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ, ടാക്സേഷൻ ഭേദഗതി ബിൽ, അപ്രോപ്രിയേഷൻ നമ്പർ 3 ബിൽ തുടങ്ങിയ 12 നിയമനിർമ്മാണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ യാതൊരു അർത്ഥവത്തുമായ സഹകരണമില്ലാതെ സർക്കാർ വിജയകരമായി പൂർത്തിയാക്കിയത്. ഭരണപക്ഷം ബില്ലുകൾ അവതരിപ്പിക്കാൻ വരുമ്പോൾ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല എന്നൊക്കെ പൃഥ്വിരാജ് സ്റ്റൈലിൽ രാഹുൽ ഗാന്ധിയും ജോൺ ബ്രിട്ടാസും ഒക്കെ വൻ ഡയലോഗ് അടിക്കും. എന്നാൽ ഉത്തരങ്ങൾ തരാൻ വേണ്ടി ഭരണപക്ഷം ഒരു സംവാദത്തിന് വിളിക്കുമ്പോൾ ഞങ്ങൾ ചോദ്യം ചോദിക്കുക മാത്രമേ ചെയ്യുള്ളൂ, ഉത്തരം ഞങ്ങൾക്ക് വേണ്ട എന്നതാണ് ഇക്കൂട്ടരുടെ ഒരു നിലപാട്. നുള്ളി, പിച്ചി, മാന്തി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാരണമുണ്ടാക്കി പ്രതിഷേധവുമായി ഇവർ പുറത്തോട്ട് പോകും. രാജ്യസഭയിലാകട്ടെ ബില്ലുകൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഈ പരിപാടി തന്നെ ആവർത്തിച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. മുദ്രാവാക്യം വിളിക്കാനും പ്ലക്കാർഡ് പിടിക്കാനും മാത്രം കോൺഗ്രസ് MP-മാർ സമയം കണ്ടെത്തുമ്പോൾ സ്വന്തം ഉത്തരവാദിത്തം മറക്കാതെ രാജ്യത്തിന് വേണ്ട നിയമനിർമ്മാണങ്ങൾ നടത്തുകയാണ് NDA സർക്കാർ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം നമുക്കുണ്ടായിരുന്നെങ്കിൽ നാശിക്കാം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബില്ലുകളിൽ ക്രിയാത്മകമായ ചർച്ചകൾ നടത്തി ആ ബില്ലുകളെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ അവർ സഹായിക്കുമായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളോട് എന്തെങ്കിലും കൂറ് ഈ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നികുതി പണം ഇങ്ങനെ ഇവർ ദൂർത്തടിച്ച് കളയില്ലായിരുന്നു. വരാനിരിക്കുന്ന ശൈത്യകാല സമ്മേളനത്തിലെങ്കിലും മുദ്രാവാക്യം വിളിക്കുന്നതിന് പകരം ബില്ലുകൾ ഒന്ന് വായിച്ചു നോക്കാനെങ്കിലും പ്രതിപക്ഷം തയ്യാറാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്